തിരുവനന്തപുരം നെയ്യാറ്റിൻകര തൊഴുക്കലിൽ യുവാവിന്റെ പരാക്രമം. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കില്ല. നേരത്തെ കുത്തും ഞാൻ. 3 യുവാക്കളെ മർദ്ദിക്കുകയും ബൈക്കുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. എന്ത് കാര്യത്തിനാണത്? നോ റീസൺ. ഈ യുവാവ് പറഞ്ഞതാണ് അതിലും കൗതുകകരമായത്. എന്താണ് കാര്യം? നെയ്യാറ്റിൻകര ഗോവന്റെ ആത്മാവ് ശരീരത്തിൽ കയറി എന്ന വാദമാണ് ഇന്നലെ രാത്രിയിൽ ഈ ആക്രമണം നടത്തിയ യുവാവ് പറഞ്ഞത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഈ ഗോപൻ സ്വാമി തന്റെ ശരീരത്തിൽ കയറി എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും ഉയർത്തിയത്. ഇതിനെ തുടർന്ന് ഈ സ്ഥലത്തെത്തിയ നെയ്യാറ്റിൻകര പോലീസ് ഇദ്ദേഹത്തെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പോലീസ് വരെ എത്തിയിട്ടുണ്ട്. ഇനി ഗോവന് VIP ട്രീറ്റ്മെന്റ് ആയിരിക്കും. അരുൺ സോളമൻ കേറിയ നെയ്യാറ്റിൻകര ഗോപനെ ഇറക്കി വിട്ടോ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. ആശുപത്രിയിലും അക്രമാസക്തനായി പെരുമാറിയ യുവാവിനെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. പിന്നാലെ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ബെഡും അവിടെ നിന്നൊക്കെ ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ കയ്യും കാലും കെട്ടി ആംബുലൻസിൽ ഇപ്പോൾ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗോപൻ സ്വാമിയുടെ ആത്മാവ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഉയർത്തുന്ന വാദം. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. എന്നാലും ഗോവന് നടക്കാൻ പോലും ശേഷിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മറ്റൊരാളുടെ ശരീരത്തിലേക്കൊക്കെ ചാടിക്കയറാൻ ഗോവന്റെ ആത്മാവിന് സാധ്യത കുറവായിരിക്കും.